കണ്ണീരിലും മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക മൃദുല വാര്യറാണ് ഇന്ന് നമ്മളോടൊപ്പം പ്ലേലിസ്റ്റിലുള്ളത്. വെൽക്കം ചേച്ചി. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സെയിം ടു യു. എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതൊക്കെ, പിന്നെ എപ്പോഴാണ് മ്യൂസിക് ആണ് എൻ്റെ വഴി എന്ന് തോന്നി ആ വഴിക്ക് തിരിഞ്ഞത്? ചെറുപ്പം മുതലേ മ്യൂസിക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ പാടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിലൂടെയാണ് എനിക്ക് കൂടുതൽ സ്റ്റേജുമായിട്ട് എനിക്കൊരു അടുപ്പം വന്നത്. അപ്പോഴാണ് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പഠിത്തത്തിൻ്റെ കൂടെ പാട്ട് എന്നുള്ളൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. പിന്നെ ബ്രദറും എൻജിനീയറാണ്. അപ്പോൾ ഏട്ടൻ്റെ വഴിയിൽ തന്നെ, ഏട്ടനും പാടും, അപ്പോൾ ഏട്ടൻ്റെ വഴിയിൽ തന്നെ പോവാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിരിക്കെ എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് പലരും ഇങ്ങനെ പറഞ്ഞു, നല്ല വോയിസാണ്, നല്ല ഭാവി ഉണ്ടല്ലോ, എന്തിനാണ് ബിടെക് ഒക്കെ എടുത്ത് അതിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു പലരും. അപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്തു. പിന്നെ വീട്ടിലെല്ലാവരും ഏട്ടനും അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിലും അവർക്ക് ഞാനൊരു പാട്ടുകാരിയായി കാണാനായിരുന്നു ഇഷ്ടം. പക്ഷെ എനിക്ക് മാത്രം ഇത് പ്രൊഫഷനാക്കി എന്താവും എന്നുള്ളൊരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പഠിത്തത്തിൻ്റെ കൂടെ പാട്ട് എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. പാട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ പ്രൊഫഷനാക്കി എടുത്താൽ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് പലരും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് പ്രൊഫഷനാക്കി എടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. പിന്നെ പതുക്കെ അതൊരു പ്രൊഫഷനായി മാറി. എപ്പോൾ മുതലാണ് മ്യൂസിക് പഠിച്ചു തുടങ്ങുന്നത്? പഠിച്ചു തുടങ്ങുന്നത് 2nd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ് പാട്ട് പഠിച്ചു തുടങ്ങുന്നത്. ചേച്ചി എവിടെ ഇന്റർവ്യൂവിന് പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും പാടിക്കുന്ന 2 പാട്ട്, ഒന്ന് ലാലി ലാലിയും മറിമായം കവിയല്ലേ, മഴയെ ഒരു മെഴുതിരിയുടെ, അതൊക്കെയാണ് കൂടുതൽ എല്ലാവരും ചോദിക്കാറുള്ളത്. ഈ 2 പാട്ട് മലരൊളിയും മറിമായം കവിയല്ലേ കുറച്ച് പാടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ്. ചേച്ചി തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് പാടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു പ്ലേബാക്ക് സിംഗർ വരുമ്പോൾ അവരൊരു കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയി ഒന്ന് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം മാത്രമാണ് ഒരുപക്ഷെ ഇത്രയും പാടുള്ള പാട്ടുകൾ കിട്ടുക. ചേച്ചിക്ക് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും ബെഞ്ച് മാർക്ക് പോലെ 2 പാട്ടുകൾ കിട്ടി. അതിനെപ്പറ്റി എന്താ? ശരിയാണ്. ശരിക്കും ലാലി ലാലി പാടുന്നതിന്റെ മുമ്പാണ് ഞാൻ ഓ മറിമായൻ കവിയല്ലേ പാടുന്നത്. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത് സാർ ഇങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനൊരു പാട്ടുണ്ട്. ശരത് സാർ വിളിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഭയങ്കര സംഗതികളൊക്കെ ഉള്ള ഭയങ്കര എടുത്താ പൊങ്ങാത്ത പാട്ട് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ സാർ വളരെ ടഫായിട്ടുള്ളൊരു സോങ് കേൾപ്പിച്ചു. അതിൽ ഭയങ്കര സംഗതികളും ഒക്കെ ഉള്ളൊരു സോങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് തന്നെ ട്രാക്ക് പാടി വെച്ചിട്ടുള്ളൊരു പാട്ട്. അതിലാണ് കുറേ ചിരികളും ഭയങ്കര നോട്ടി നുവാൻസസും അങ്ങനെ നോട്ടി ആയിട്ടുള്ള എക്സ്പ്രഷൻസും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പാട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. ഇതിലും ഭേദം മറ്റേതായിരുന്നു എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പാട്ടിൻ്റെ ഇടയിൽ ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നാഥാ നീ വരും ആ പാട്ടൊക്കെ ഞാൻ പാടാറില്ല അങ്ങനെ. കാരണം എനിക്ക് ഈ ചിരി വരുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് കറക്റ്റായിട്ട് ആ ചിരി തന്നെ വരണമല്ലോ. നാച്ചുറലി വരുന്ന ചിരി അതിലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഒരു ചിരിയല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ അത് ശരിയായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ ആ പാട്ട് എടുക്കാറില്ല. അങ്ങനെയുള്ള ആൾക്കാണ് ഈ ഒരു പാട്ട് വരുന്നത്. പാട്ട് കേട്ടപ്പോ തന്നെ ഈശ്വര ഇത് നടക്കും തോന്നുന്നില്ല, തിരിച്ചു പോവാൻ വേഗം വിചാരിച്ചു. പിന്നെ ശരത് സാറ് ഭയങ്കര റിയാലിറ്റി ഷോയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ടെററാണല്ലോ. അതെ. അപ്പൊ അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയേ അല്ലായിരുന്നു സാർ. ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര ജോവിയലായിരുന്നു. അന്ന് സാറിന് എൻ്റെ ടെൻഷൻ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ എന്നെ മാക്സിമം എൻ്റെ മൂഡൊന്ന് ലൈറ്റാക്കുക, കൂളാക്കുക എന്നുള്ളൊരു കാര്യം സാറിന് മനസ്സിലായി ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്. അപ്പോൾ സാർ കുറേ കോമഡിയൊക്കെ പറഞ്ഞു.
കുറേ കഥകളും കുറേ അങ്ങനെ ചിരിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു ആ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്നാൽ പോലും ഈ ചിരി വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം പാട്ട് എനിക്ക് പ്രശ്നമില്ല, ഓരോ ലൈൻ വൃത്തിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ എൻഡിലാണ് ഈ ചിരി വരുന്നത്. അപ്പൊ പാട്ട് നന്നായി വന്ന് ചിരി കൊളാവും, അല്ലെങ്കിൽ അടുത്ത ടേക്കിന് ചിരി നന്നാവും, പാട്ട് പ്രശ്നമാവും. അങ്ങനെയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം പക്ഷെ ഞാൻ എങ്ങനെയോ ആ ട്രാക്കിൽ വന്നു. സാർ എങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് അതിന്റെ കഥയും സിറ്റുവേഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പൊ എങ്ങനെയോ എനിക്ക് ആ ഒരു നാക്ക് കിട്ടി, എന്താ സംഭവം ചെയ്യേണ്ടതെന്ന്. അങ്ങനെയായിരുന്നു ആ റെക്കോർഡിങ്. ഭയങ്കര രസമുള്ളൊരു റെക്കോർഡിങ് സെഷൻ ആയിരുന്നു. അപ്പോൾ ലാലി ലാലിയുടെ കഥ എന്താണ്? ലാലി ലാലി എന്താ പറയാ, എൻ്റെ കരിയറിൽ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ് ആണല്ലോ. ലാലി ലാലി പാടാൻ വിളിക്കുമ്പോൾ തന്നെ സാർ പറഞ്ഞത്, എനിക്കൊരു ഉറപ്പും ഇല്ല മൃദുവിൻ്റെ വോയിസ് തന്നെ ആയിരിക്കുമോ അതിൽ ഫൈനൽ മിക്സിൽ ഉണ്ടാവുകയെന്ന് എനിക്കൊരു ഉറപ്പും ഇപ്പം തരാൻ പറ്റില്ല, എന്തായാലും നമുക്ക് പാടി നോക്കാം. ബ്ലെസ്സി സാറാണ് അതിൻ്റെ ഡിസിഷനൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തന്നെയായിരുന്നു അതിൻ്റെ ട്രാക്കൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഷുവർ ഹിറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാർ, വളരെ കമ്പോസർ തന്നെ അത് പാടുക എന്ന് പാടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കമ്പോസർക്ക് അറിയാം അതിൻ്റെ എല്ലാം ഇമോഷൻസും അതെങ്ങനെ ആവണം, എങ്ങനെ വരണം എന്നുള്ള ഇത് ഫുൾ കമ്പോസർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയുന്നത്. സാർ പാടി കേട്ടപ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ്. ഒട്ടുമിക്ക പാട്ടുകളും സാറ് തന്നെയാണ് പാടാറുള്ളത് ട്രാക്ക്. അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഒരു അതിഗംഭീര സോങ് ആണല്ലോ, ഇത് ആര് പാടുകയാണെങ്കിലും അവർക്കൊരു ലോട്ടറിയാണ്. അതെ, അങ്ങനെ പോയി. ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. പോയപ്പോൾ സാർ ഇങ്ങനെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. ഇങ്ങനെ വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ പാടുന്ന പാട്ടാണ്. സാധാരണ നമ്മൾ കുറേ താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അമ്മ കുഞ്ഞിന് പാടുന്ന പാട്ടുകൾ, കാമുകൻ കാമുകിക്ക് പാടുന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന്, അങ്ങനെയൊക്കെ. പക്ഷെ ഇത് വയറ്റിൽ വളരുന്ന ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയാണ് അമ്മ പാടുന്നത്. അപ്പം അതൊരു കുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ പാടുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ ഒന്നാമത് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളും കൂടിയാണ്. അന്ന് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതെന്താ സംഭവം ഒന്നും അറിയില്ല, എങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കണം എന്നും അറിയില്ല. ഇതൊക്കെ പറഞ്ഞു തരുന്നത് സാറായിരുന്നു. അപ്പൊ ഒരു വലിയ ക്ലാസ് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിംഗ് തുടങ്ങുന്നത്. ഇതിന്റെ ഓരോ വരിയിലും പല പല എക്സ്പ്രഷൻസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇതിലൊരു വരിയുണ്ട്, ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ. മഴ നനയുമ്പോൾ ഞാനത് ആദ്യം എൻ്റെ രീതിയിൽ അങ്ങ് പാടി. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയല്ല, ഒരു കുഞ്ഞുറുമ്പ് മഴ നനയവേ എന്ന് പറയുമ്പോൾ, മഴ നനയുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക, നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കും, വിറയ്ക്കും. അപ്പൊ അത് നമ്മുടെ വോയിസിൽ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അധികം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ആ സമയത്താണ് ഇതൊക്കെ ഞാൻ പഠിക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലേ. അപ്പൊ അതൊക്കെ വലിയ കുറെ ലെസൺസ് കിട്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും മൃദുല വാര്യർ എന്ന സിംഗറിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഈ പാട്ട് തന്നെയായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴും ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു. അങ്ങനെ എപ്പോഴും എല്ലാവരും ഇപ്പോഴും പറയുന്ന ഒരു പാട്ടാണ്, പാടാൻ പറയുന്ന ഒരു പാട്ടും കൂടിയാണ്. അതൊരു ഭാഗ്യമായിരിക്കും അല്ലേ, അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നമ്മൾ പാടിയൊരു പാട്ട്. തീർച്ചയായിട്ടും അവര് ലൈഫ് ടൈം, അതെ, മുഴുവൻ അവര് ഓർക്കുന്ന ഒരു പാട്ടായിരിക്കുമല്ലോ. മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടുമഴകേ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയേ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി
ലാലീലേലോ. താങ്ക് യു. അതുപോലെ തന്നെ കരിയറിന്റെ തുടക്കത്തിൽ പാടിയ പാട്ടാണ് ബിഗ് ബിയിലെ പാട്ട്. അതെ അതെ, എന്റെ ഡെബ്യൂ സോങ് ആയിരുന്നു. അതായിരുന്നു തുടക്കം. ഓക്കെ. പക്ഷെ അധികം ആ പാട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് കിട്ടിയിട്ടില്ല. അതും ഈ പറഞ്ഞ മാതിരി ഒരു റിയാലിറ്റി ഷോന്റെ ഇടയിലായിരുന്നു. സാറ് ജഡ്ജായിരുന്നു. അങ്ങനെയാണ് സാർ പാടാൻ വിളിക്കുന്നത്. ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. അത് അധികം ഒന്നുമില്ല, ഒരു 4 വരെയേ ഉള്ളൂ എനിക്ക്. അൽഫോൺസ് സാറിന്റെ കൂടെ ഒരു ഡുവറ്റ്. അപ്പോൾ ബിഗ് ബിയിലായതുകൊണ്ട് അതൊരു നല്ലൊരു തുടക്കം തന്നെയായിരുന്നല്ലോ. മമ്മൂക്കയുടെ മൂവിയാണ്. അതെ അതെ. അപ്പൊ മമ്മൂക്കയുടെ മൂവിയിൽ പാടുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പാടി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് CD ഒക്കെ ഉണ്ടായിരുന്നു. CD-യിൽ നമ്മുടെ പേരുണ്ടായിരുന്നു. അപ്പൊ എന്റെ പേരിങ്ങനെ കണ്ടപ്പോ ഭയങ്കര, എല്ലാരും വലിയ വലിയ സിംഗേഴ്സിന്റെ ഒക്കെ കൂടെ പേര് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അതും ആദ്യത്തെ സിനിമ തന്നെ, ആദ്യത്തെ പാട്ട് തന്നെ. അതെ. അപ്പം ചേച്ചിയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് പാട്ടുകളും കാണാം. താരാട്ട് പാട്ടുണ്ട്, പിന്നെ ഒരു ലവ് സോങ് ഉണ്ട്, ഒരു ഡാൻസ് സോങ് സോളോ ഉണ്ട്, പിന്നെ ഇപ്പോൾ മറിമായം കവിയല്ലേ പോലുള്ള കുറച്ച് എറോട്ടിക് സ്റ്റൈലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ശബ്ദം ഒരു പാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പാട്ടുകളിലേക്ക് മാത്രം ലേബിൾ ചെയ്യപ്പെട്ടു പോയില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയാല്ലേ? അത് ശരിക്കും ഭാഗ്യമാണ്. അങ്ങനെ അത്തരത്തില് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സിലുള്ള പാട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു. പക്ഷെ ഇനിയും ഞാൻ എന്താ പറയാ, ഞാൻ ട്രൈ ചെയ്യാത്ത കുറെ ജോണേഴ്സ് ഉണ്ട്, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പക്ഷെ ഞാൻ എൻ്റെ സങ്കടം തീർക്കാറുള്ളത് ലൈവ് ഷോസിലൂടെയാണ്. അത് ഒട്ടുമിക്ക സിംഗേഴ്സ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ലൈവ് ഷോസ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്, ഏത് പാട്ട് വേണമെങ്കിൽ നമുക്ക് പാടാം. പക്ഷെ നമ്മള് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ഓഡിയൻസിന്റെ ഇഷ്ടങ്ങൾക്കാണ്. അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മള് കൊടുക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ലൈവിന് എപ്പോഴും നമ്മൾ അതാണ് നോക്കുന്നത്. അപ്പം പല പാട്ടുകളും ഞാൻ പാടാറുണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടാറുണ്ട്. എം ജയചന്ദ്രൻ, അൽഫോൺസ്, വിദ്യാജി അടക്കം, ശരത് സാർ അടക്കം, ഇപ്പൊ ഏറ്റവും അവസാനം ഇത്തിരി നേരത്തില് ബേസിൽ CJയുടെ കൂടെ വരെ അവരുടെ പാട്ടുകൾ വരെ പാടാൻ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഓരോരുത്തരുടെയും വർക്കിംഗ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. പലതും പഠിക്കാൻ പറ്റും ആസ് എ സിംഗർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരും പല രീതിയിലാണ് ഓരോ പാട്ടിനെയും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ചിലർക്ക് സ്വന്തം കോമ്പോസിഷൻ അതുപോലെ പാടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പിന്നെ അതല്ലാതെ എനിക്ക് പുതിയ ആൾക്കാർ കുറച്ചുകൂടെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കുറച്ചുകൂടെ വേണം അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല, കൂടുതൽ അവർക്ക് അതാണ്, നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആണ് കൂടുതലും വേണ്ടത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോ മ്യൂസിക് ഡയറക്ടറും ഡിഫറെൻ്റ് ആണ്, ഒന്നിലൊന്ന് ഡിഫറെൻ്റ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പാട്ടിലും ഇതുപോലെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാ പാട്ടുകളിലും സിംഗേഴ്സിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തായാലും ഉണ്ട്. നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാൽ ആ കോമ്പോസിഷൻ അതുപോലെ തന്നെ പാടണമെന്ന് പറഞ്ഞിരുന്നാൽ പോലും ആ വോയിസിലൂടെ, ഒരു സിംഗറിന്റെ വോയിസിലൂടെ വരുമ്പോഴത്തേക്ക് ചെറിയ ന്യൂആൻസസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം കോമ്പോസിഷൻ അതുപോലെ പാടിയപ്പോലും വേറെ സിംഗർ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും, എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ കോൺട്രിബ്യൂഷൻസിന് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഈ കവർ സോങ്സ് ധാരാളം ചേച്ചി പാടിയിട്ടുണ്ട്, അതിലെല്ലാം ഈ കോൺട്രിബ്യൂഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ? ഡെഫിനറ്റ്ലി. അതിന് ഞാൻ അധികം ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. കാരണം നമ്മുടെ മൈൻഡിൽ ആ ഒറിജിനൽ സോങ് അങ്ങനെ കിടക്കുകയാണ്, അത് രജിസ്റ്റർ ആയിട്ടുണ്ട് നമ്മുടെ മൈൻഡിൽ. അപ്പം അതിന്ന് ഒരുപാട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ തന്നെ ഒരു ട്യൂണായി പോവും. അങ്ങനെയാണ് നമുക്ക് തന്നെ കമ്പോസ് ചെയ്ത് വേറെ സോങ് പാടിയപ്പോൾ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുറേ ഇംപ്രൊവൈസ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സംഗതികളും ഒക്കെ പാടിയിട്ടുള്ള ഒരു കവർ വേർഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. അത് ആ കമ്പോസർ അവിടെ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അത് ഈ സിറ്റുവേഷനും ഒക്കെ ചേരുന്ന രീതിയിലുള്ള ഒരു ട്യൂണാണ് അദ്ദേഹം അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ അലങ്കോലപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ സ്വന്തം
ഇൻഡി മ്യൂസിക്കിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ നമുക്ക് സ്വന്തം തന്നെ ചെയ്ത് കുറേ സംഗതികൾ പാടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ കുറേ സംഗതികൾ ഇട്ടിട്ടുള്ള ഒരു പാട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് പാടാലോ. ചേച്ചി പാടിയ കവർ സോങ്സിന് സിനിമയിൽ പാടുന്ന പാട്ടുകളെ പോലെ തന്നെ കവർ സോങ്സിനും ആരാധകരുണ്ട്. ചേച്ചി പാടിയതിൽ എനിക്ക് ഏറ്റവും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ചെമ്പൂവേ പൂവയാണ്. അതൊട്ട് രണ്ടുപേര് പാടാമോ? ഓക്കെ. അന്തിച്ചോപ്പുമായും മാനത്താരോ മാരിവില്ലിൻ തൊങ്ങൽ തൂക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞിക്കമ്മലെന്നോണം തങ്കത്തിങ്കൾ നുള്ളി പൊട്ടും തൊട്ട് വെണ്ണിലാവിൽ കണ്ണും നട്ട് നിന്നെ ഞാൻ ഈ വാഗച്ചോപ്പിൽ കാത്തിരിക്കുന്നു. തേൻകിനിയും തെന്നലായി നിന്നരികെ വന്നു ഞാൻ കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ നാണം കൊണ്ടെൻ നെഞ്ചിൽ താഴം പൂവോ തുള്ളി ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി ആലോലം കിളിമുത്തേവാ ആതിരരാവിലൊരമ്പിളിയായി ചെമ്പൂവേ പൂവേ നിറമാറത്തെ ചെമ്പേലൊരു വണ്ടുണ്ടോ ചാന്തേറും ചുണ്ടിൽ ചുടുമുത്താരം മുത്താനൊരു മുത്തുണ്ടേ. ഞാൻ നിർത്താൻ പറയൂല കേട്ടോ. കണ്ണോട് കണ്ണായിടാം. ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോ. എൻ്റെ ഒരു ബ്രദറിനെ പോലെയുള്ള ആളാണ് ജോബേട്ടൻ. ഞങ്ങൾ ഒരുമിച്ചൊരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അന്ന് മുതലേ ഉള്ള സൗഹൃദമാണ്. അത് കഴിഞ്ഞപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ജോബേട്ടന് വേണ്ടി ഞാനൊരു മൂവിയിൽ പാടിയിട്ടുണ്ട്. മാണ്ഡ്യ ടു മുംബൈ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ മൂവിയായിരുന്നു. ഒരു ജോബേട്ടൻ്റെ കരിയറിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോജോ മ്യൂസിക് മോജോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം ഇങ്ങനെ പാടാൻ വിളിച്ചു, ഡി അങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, നീ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പാടി. അന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. റിലീസായ സമയത്തൊന്നും ആർക്കും അങ്ങനെ ആരും കേട്ടിട്ടൊന്നുമില്ലായിരുന്നു. അത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ത്രൂ സോഷ്യൽ മീഡിയ ആണ് അത് ഭയങ്കര വൈറലായി. അതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമായിരുന്നു. താങ്ക്സ് ടു സോഷ്യൽ മീഡിയ. കാരണം റീൽസും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ. ഇൻസ്റ്റയിലാണ് കൂടുതൽ അത് വൈറലായത്. അതൊരു രണ്ടുപേര്. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും നൽനാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം കാതോരം പാടിയോ അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നോ നാം കണ്ടതല്ലേ ഓണങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും നാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോട് കണ്ണായിടാം മെയ്യോട് മെയ്യായിടാം കാതോരം പാടിയോ
പാട്ട് എപ്പോ കേട്ടു തുടങ്ങിയാലും ഞാൻ ചെന്ന് നിൽക്കുന്നത് ഹൃദയത്തിൻ അതെ, ഇതിലായിരിക്കും. ഇത് രണ്ടും ഒരു റിട്രോ കൈൻഡ് ഓഫ് എന്തോ ഒരു അങ്ങനത്തെ ആ ഒരു മൂഡാണ്. സിമിലാരിറ്റി, ഒരു മൂഡിന്റെ ആയിരിക്കണം. റിട്രോ മൂഡാണ്. ആ പാട്ടിനെ കുറിച്ച് എന്താണ്? ആ പാട്ട് ഇതുപോലെ പെട്ടെന്ന് പാടിയൊരു പാട്ടായിരുന്നു. ഗോവിന്ദ് വസന്തയുടെ പാട്ടായിരുന്നു. പുള്ളിക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു തോന്നുന്നു, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എവിടെയോ പോകാനുണ്ടായിരുന്നു. ഞാനാണ്, എനിക്ക് കോൾഡൊക്കെ ആയിരുന്നു, ചെറുതായിട്ട് കോൾഡ് മാറി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ ടെൻഷനൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ, നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ജസ്റ്റ് ബാലൻസ് ചെയ്യും നമ്മൾ വോക്കൽസ് ഒക്കെ, പിന്നെ ബാക്കിങ്ങിന്റെ ലെവൽസും ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ, ലെവൽസ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഞാൻ, സത്യം പറഞ്ഞ. അങ്ങനെയായിരുന്നു അന്നത്തെ റെക്കോർഡിങ് സെഷൻ. പെട്ടെന്ന് കഴിഞ്ഞു, അത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു റെക്കോർഡിങ് സെഷൻ ആയിരുന്നു. അപ്പൊ കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ ടാറ്റ ഓക്കെ ആണ് പറഞ്ഞിട്ട് പുള്ളി പോവുകയും ചെയ്തു. എളുപ്പത്തിൽ ഇത്രയും പെട്ടെന്ന് പാടിയ വേറെ ഒരു പാട്ടുണ്ടോ? ഉണ്ട്. ബിജുപാൽ സാറിന്റെ പാട്ടുകളുണ്ട്. ഞാൻ കുറച്ച് പാട്ടേ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും സാറിന്റെ റെക്കോർഡിങ്ങും ഇതുപോലെയാണ്. നമ്മൾ തുടങ്ങിയതും കഴിഞ്ഞതും നമ്മൾ അറിയില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് സാർ ഇവിടെ ഇരിക്കും, സിസ്റ്റം ഒക്കെ ആയിട്ട് ഇരിക്കും. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന സെയിം അതേ റൂമിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് പരിപാടി കഴിയും. കുറെ ഗായകരുടെ കൂടെ പാടാൻ പറ്റി. വിനീത് ശ്രീനിവാസൻ മുതൽ വിജയ് യേശുദാസ് മുതൽ ഭാവഗായകൻ വരെ. അതെ. പിന്നെ ഇപ്പോ ഏറ്റവും അടുത്ത് സൂരജ് സന്തോഷിന്റെ കൂടെ ഇത്തിരി നേരത്തിൽ വരെ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ ഗായകരോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കാര്യം ചേച്ചി തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ആളുകളാണ്. വിജയ് യേശുദാസ് ആണെങ്കിലും വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും സാറിന് പിന്നെ നമ്മൾ പറയണ്ട. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഒരു തുടക്കം ആണ് ചേച്ചി, അപ്പോൾ എങ്ങനെയായിരുന്നു? റെക്കോർഡിങ്ങിന്റെ സമയത്ത് അവരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പാട്ട് ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഇവരൊക്കെയാണ് കൂടെ പാടിയിട്ടുള്ളതെന്ന് മനസ്സിലാവാറുള്ളത്. ചില സമയത്ത് ഞാൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ തന്നെ അറിയാം ഇന്ന ആളാണ് പാടുന്നത് അല്ലെങ്കിൽ പാടിയിട്ടുള്ളത്, അവരുടെ വേർഷൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഓരോ ഏത് സിംഗറാണെങ്കിലും നമ്മൾ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരെക്കാട്ടും നന്നാക്കണം എന്നുള്ളൊരു എന്നാലേ അവരെ ഒപ്പം എത്തുള്ളൂ. അവരെക്കാട്ടും നന്നാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ അവരെ ഒപ്പം എത്തുള്ളൂ. അപ്പൊ എപ്പോഴും ആ ഒരു മൈൻഡോട് കൂടിയാണ് പോയിട്ടുള്ളത്. ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും പാട്ട് നന്നാവാനാണ്. അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. അത് എപ്പോഴും മനസ്സിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു, അത് SPB സാറും പറയുന്നത് കേട്ടിട്ടുണ്ട്. ജാനകി അമ്മയുടെ വേർഷൻ അങ്ങനെ എന്തോ ഒരു കാര്യം അങ്ങനെ കേട്ടപ്പോൾ അതിലും കൂടുതൽ നന്നാക്കി. അതേപോലെ MG സാറും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ ഏതോ ഒരു റെക്കോർഡിങ്ങിന് പോയ സമയത്ത് സാർ ആദ്യം പാടിക്കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ചിത്ര ചേച്ചി കുറെ ഇംപ്രൂവൈസ് ചെയ്ത് കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്ത് അത് അതിഗംഭീരമാക്കി പാടി. അപ്പോൾ ചിത്രയുടെ വേർഷൻ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ പോർഷൻ മാക്സിമം നന്നാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. ചേച്ചിയുടെ മഴ സീസൺ ആകുമ്പോൾ ചേച്ചിയുടെ ഒരു പാട്ടിറങ്ങും. ശരിയാ, മഴയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക്. എല്ലാ പാട്ടിലും ഒരു മഴ ഉണ്ടാവും. മഴപ്പാട്ട് കുറെ പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഹമ്മിങ് പാടിത്തരുമോ? ഓക്കെ. ദേനാ ദേരേനാ ദേനാ ദേരേനാ ദേരേനാ രദേഗാ ദേരേനാ രദേഗാ ദേരേനാ രദേ ദേരേനാ രദേഗാ. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയേ. താങ്ക് യു. എന്നോട് കുറെ പേര് പറഞ്ഞിരുന്നു ഈ പാട്ട് മുഴുവൻ പാടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഹമ്മിങ് പാടിക്കാതെ വിടരുത്. അതെ, 19ാം നൂറ്റാണ്ടിലൊരു ഡാൻസ് പെർഫോമൻസ് ഉള്ളൊരു പാട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി MJ ചന്ദ്രൻ സാറ് വിളിക്കുന്ന സമയത്ത് എല്ലാം എന്തെങ്കിലും ഒരു ചലഞ്ച് അതിലുണ്ടാവും. അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ടാവും പല രീതിയിലും. ഇപ്പൊ ആദ്യം ലാലി ലാലി പാടുമ്പോൾ അതിന്റെ എക്സ്പ്രഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതിന് അതുപോലെ എക്സ്പ്രസീവായിട്ട് പാടണം എന്നുള്ളത് ആയിരുന്നു അതിന്റെ ചാലഞ്ച്. ഈ പാട്ടാവട്ടെ
ഇത് വളരെ വൈബ്രൻ്റ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഡാൻസ് നമ്പറാണ്. ഒരുപാട് പേര് ചേർന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല മൂവിക്ക് വേണ്ടിയിട്ട്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ പോയി. പിന്നെ സാറ് തിരിച്ചു വിളിച്ച് ഞാൻ പറയും എനിക്ക് പറ്റുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞു. എന്നെക്കൊണ്ട് എൻ്റെ ഒരു ജോണർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടത്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ പാട്ട് നല്ല അടിപൊളി പാട്ടാണ്, സൂപ്പർ സോങ് ആണ്. അപ്പം അത് നല്ല ഭംഗിയായിട്ട് തന്നെ വരണം എനിക്കും ആഗ്രഹം ഉണ്ടായി കേട്ടപ്പോൾ. അപ്പം ഞാൻ വെറുതെ കൊളാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു സാർ എനിക്കിത് ഇത്ര അങ്ങോട്ട് ശരിയാവണില്ല. അപ്പം സാറ് മൃദുവിന് പറ്റുന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ മൃദുവിനെ വിളിച്ചത് എന്ന് പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പോയി റെക്കോർഡ് ചെയ്തപ്പം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ട്രാക്കിൽ വന്നു, നന്നായി പാടാൻ പറ്റി. പറയുന്നത് കേട്ടാലും തോന്നും എങ്ങനെയൊക്കെയോ പാടി ഒപ്പിച്ചു എന്ന്. പക്ഷെ അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ. ആ പാട്ട് 2 പാടാവോ? അത് കുറച്ച് ഫാസ്റ്റ് ആണ്. നോക്കാം. മയിൽ പീലി ഇളകുന്നു കണ്ണാ, മധുമാരി ചൊരിയുന്നു കണ്ണാ, മണിമാറിൽ പ്രിയമോടെ കണ്ണാ, ഈ വനമാലയണിയോ നീ കണ്ണാ, മാധവൻ യദുനന്ദനൻ പ്രിയമാനസൻ ഹരിമുരളി തഴുകുമൊരു മയിൽ പീലി, മതിമുഖി മധുമൊഴി ഒഴുകുമൊരു യമുനയായി പുണരുമോ മാധവൻ മലർമതി മലർമിഴി ഉണരുമൊരു വനികയിൽ മുരളിയായി ശ്യാമരാധേ. താങ്ക് യു. ഇപ്പൊ എത്ര വർഷമായി പിന്നണി ഗാനരംഗത്ത്? കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇടയിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ ഡെബ്യൂ മൂവി. അത് കഴിഞ്ഞ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തതിന് ശേഷമാണ് പിന്നെയും മൂവീസിലൊക്കെ പാടുന്നത്. അപ്പം ബ്രേക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ കറക്റ്റായിട്ട് ഇത്രയും വർഷം പാടി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിലൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊരു പാട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും എടുക്കുക? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണ്. കുറേ പാട്ടുകളുണ്ട്. അയ്യോ അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും കുറേ പാട്ടുകളുണ്ട്. ഒരു മെഴുതിരിയുടെ ഉണ്ട്, പിന്നെ ലാലിയുണ്ട്, മഴയെ തൂമഴയെ. പിന്നെ എനിക്കിപ്പോൾ ഈ അടുത്തിറങ്ങിയതിൽ മധുര ജീവരാഗം ആതിരയുടെയും പേഴ്സണൽ ഫേവറേറ്റ് വന്ന് കണ്ടപ്പോഴേ പറഞ്ഞല്ലോ. അതെ അതെ, അതൊന്ന് പാടിത്തരൂ. ഓക്കെ. മധുര ജീവരാഗം അൽഫോൺസ് സാറിന്റെ പാട്ടാണ്. മിഴിക്കോടിനുള്ളിൽ വെയിൽ പൂവുണർന്നുവോ, പുലർക്കാലമായെന്നറിഞ്ഞുവോ, ഇളം മഞ്ഞുവാതിൽ പതുക്കെ തുറന്നുവോ, മനസ്സൊന്നു മെല്ലെ പറന്നുവോ, ഒരേ സദാ നീങ്ങും കഥകളായിരം, മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോരമായി അറിയാതെ ഈണമായി ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം നീലവാനിടം മതിമോഹസുന്ദരം. താങ്ക് യു. ഇതിൽ ആ മതിമോഹസുന്ദരം എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഭയങ്കര രസമായിട്ടാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു. അത് നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര ഒരുപാട് ഇഷ്ടമായിട്ട് പാടിയ ഒരു പാട്ടായിരുന്നു. ആ ഇഷ്ടം എനിക്ക് തോന്നുന്നു ആ പാട്ടിലുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. അണ്ടർ റേറ്റഡ് ആയി പോയോ എന്നെനിക്കൊരു സംശയം. ചെറുതായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സോങ് ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് കേട്ടോ. എവിടെ പോയാലും പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു റിലീസായ സമയത്ത് കുറച്ചുകൂടെ റീച്ച് ആവണമായിരുന്നു എന്നൊക്കെ വിചാരിച്ചൊരു പാട്ടായിരുന്നു. അങ്ങനെ വേറെ ഏതെങ്കിലും പാട്ടിന് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. എന്റെ കുറെ പാട്ടുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് എന്റെ. പിന്നെ ഇതേപോലെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇല്ലാത്താലം കൈമാറുമ്പോൾ അതുണ്ട്. അത് നല്ലൊരു അഫ്സൽ യൂസഫ് മ്യൂസിക് ഡയറക്ടർ.
പുള്ളിയുടെ നല്ലൊരു പാട്ടായിരുന്നു അത്. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്, വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. എസ്റ്റാബ്ലിഷ് ആയ പാട്ടിനേക്കാളും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ ശരത് സാറിന്റെ കാര്യം പറഞ്ഞു, ജയചന്ദ്ര സാറിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ബേസിൽ സിജയുടെ പാട്ട് ചെയ്തു. അപ്പോ എങ്ങനെയാണ്, പഴയതല്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരാള് പുതിയൊരാള്, അപ്പൊ എങ്ങനെയാണ് ഒരു ഡിഫറൻസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ എക്സ്പീരിയൻസസ് ആണ്. ബേസിലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബേസിലിന് ഒരു ധാരണ ഉണ്ടായിരുന്നു, എങ്ങനെ പുള്ളി തന്നെയാണ് അത് എഴുതുകയും ചെയ്തത്. അതെ അതെ. അപ്പൊ അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. മ്യൂസിക് ഡയറക്ടർ തന്നെ എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് ആ പാട്ട് എങ്ങനെ വരണം എന്നുള്ളത് ഒരു കൃത്യമായ ധാരണ ഉള്ളൊരു വ്യക്തിയായിരുന്നു. വർക്ക് ചെയ്യാൻ വളരെ സുഖമായിരുന്നു പുള്ളിയുടെ കൂടെ. അതൊരു രണ്ടുപേര് പാടാമോ? തീരം തൊടാതെ നാം ദൂരെ കടൽ കണ്ടു, പൂവിൽ തൊടാതെ തേന്നുകർന്നു, നാവിൽ പടർത്താതെ നോവിൻ ചവർപ്പറിഞ്ഞു, വേവും മണൽ വിരിപ്പിൽ ചേർന്നിരുന്നു. പിന്നെ വീട്ടിലൊരു കൊച്ചു ഗായിക കൂടി ഉണ്ടല്ലോ, എന്താണ് മൈത്രയുടെ വിശേഷം? അവള് പഠിക്കുന്നുണ്ട്, പാട്ട് സ്റ്റാർട്ട് ചെയ്തു പഠിക്കാനൊക്കെ. 3ാം ക്ലാസ്സിലല്ലേ? 4ാം ക്ലാസ്സില്. ഓ, പാട്ടൊക്കെ പാടാനൊക്കെ ഇഷ്ടമാണ്, ഡാൻസും അതിനെക്കാട്ടും ഇഷ്ടമാണ്. നോക്കാം എന്താവും നോക്കാം. ഞാനൊരു ഇന്റർവ്യൂല് കണ്ടിരുന്നു മാത്തു ഇങ്ങനെ പറയുന്നത്, അമ്മ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് അമ്മയെ മിസ് ചെയ്യാറുണ്ട്, കരയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ചേച്ചിക്കും അങ്ങനെ തന്നെ ആയിരിക്കും മോളെ കാണാതെ. അപ്പോ എങ്ങനെയാണ് ഈ കരിയറും ഫാമിലി കുഞ്ഞ് എല്ലാം കൂടെ, ഇതിങ്ങനെ ഈസിയാണോ? ഈസി അല്ല, ഒട്ടും ഈസി അല്ല, ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ പക്ഷെ ഒരുപാട് ബിസി ആവാതെ നോക്കാറുണ്ട്, ബാലൻസ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ പ്രോഗ്രാംസ് എടുക്കുന്നത്. ഒരുപാട് ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് എനിക്കും എല്ലാവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. സോ പിന്നെ അത് മാത്രമല്ല, ഹസ്ബൻഡും ബിസി ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ ബിസി ആയാൽ ശരിയാവില്ല. അതുകൊണ്ട് ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. എപ്പോഴും ചേച്ചിയെ നമ്മൾ ചിരിച്ചു മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഈ ബ്രേക്ക് എടുത്തൊരു സമയമുണ്ടല്ലോ, പ്രഗ്നൻസിയുടെ സമയത്ത്, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയമാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ സന്തോഷത്തോടുള്ളൊരു ബ്രേക്ക് തന്നെയായിരുന്നു. കാരണം ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 6th മന്തിലൊക്കെ മിസ്കാരേജ് വരെ എത്തിയതായിരുന്നു. അപ്പൊ അത്രയും ആയിട്ടത് മിസ്കാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 2 മാസം മുതലേ തന്നെ റെസ്റ്റ് ആയിരുന്നു. ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ അതിൻ്റെ ഇടയിൽ വന്നു, അതൊക്കെ പോയി. പക്ഷെ അതിനൊന്നും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും ആഗ്രഹിച്ച ഒരു സമയത്താണ് മോളുണ്ടാവുന്നത്. അപ്പൊ സന്തോഷത്തോടു കൂടി തന്നെയാണ് അതൊക്കെ നിരസിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയും ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം കുറേ നാള് മാറി നിന്നിട്ടുണ്ടായിരുന്നു, അത് അറിയാലോ എല്ലാവർക്കും. അപ്പൊ അത്രയും ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് തിരിച്ചു വരും, 2 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വന്നു. അപ്പൊ അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു, ഒരുപാട് സോങ്സും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു, ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് 2 ഇയേഴ്സ്. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കരിയറിൽ വരുന്ന ഭയങ്കര ഒരു ബ്രേക്ക് തന്നെയായിരുന്നു അത്. വരുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ മൂവി റിലീസാവാനുള്ളത്, പാട്ട് നേരത്തെ റിലീസായി. സത്യം പറഞ്ഞ മിണ്ടിയും പറഞ്ഞും, ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും അവരുടെ ഒരു കോമ്പിനേഷനിൽ വളരെ നല്ലൊരു സോങ് ആണ്. എനിക്ക് തോന്നുന്നു ചെറിയൊരു പാത്തോസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു സോങ് ആണ്, നല്ലൊരു പാട്ടാണ്. അപ്പം അത് റിലീസാവാനുണ്ട്. പിന്നെ വേറെ കുറച്ച് പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്, വരുമായിരിക്കും. ഇനിയും ധാരാളം പാട്ടുകൾ പാടി പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ കഴിയട്ടെ. ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ആതിര, ഒരുപാട് സന്തോഷം. താങ്ക് യു.